സാറും ഭയങ്കര ജെനുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്. അപ്പോൾ ഭയങ്കര ജെനുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. ന്യൂസിലും സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. ഈ കളി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തോട് സംസാരിച്ചു. അതെ, മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. വലിച്ചടിച്ചടിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കുറെ കളി വലിച്ചടിച്ച് നോക്കി. അപ്പോൾ അത് ശരിയായിട്ട് നടന്നില്ല. അപ്പോൾ നമ്മുടെ വീഴ്ചകളൊന്ന് പഠിക്കണമല്ലോ. ഒരു 5 മാച്ച് ഇവിടെ സീരീസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ രീതി അതാണല്ലോ, നമ്മുടെ ശീലി അനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രൈക്കറായിട്ട് കൂട്ടാൻ നോക്കും. പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ ഗെയിം പ്ലാനോടെ ഈ വേൾഡ് കപ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, അതൊന്നും ആലോചിക്കാനും നോക്കാനും പോയിട്ടില്ല. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടാണ് എനിക്ക് മനസ്സിലായത് എത്രയാണ് നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ അതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഉപദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അത് കറക്റ്റായിട്ടൊന്ന് കഴിഞ്ഞ 1 മാസമായിട്ട് ഫോൺ ഓഫാണ്, ആർക്കും വിളിച്ച് കിട്ടുന്നില്ല, മെസ്സേജസ് ആരും ഡെലിവർ ആവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് നോയ്സ് കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി. കാരണം വേൾഡ് കപ്പ് പോലത്തെ ഇത്രയും വലിയ ഒരു സംഭവം നാട്ടിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു. നാട്ടിലൊന്നുമില്ല, ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ അച്ഛനും അമ്മയായിട്ടൊന്ന് 2 ദിവസം ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഇന്റർവ്യൂ കഴിഞ്ഞില്ല, ചെയ്തിരുന്നെങ്കിൽ ഒന്ന് വീട്ടിൽ 2 ദിവസം സമയം കുറച്ച് മിണ്ടാതിരിക്കുമായിരുന്നു. നാളെ എന്തോ ടീമിൻ്റെ ഒരു ഇവന്റ് ഉണ്ടെന്ന് പറയുന്നേട്ട്. നാളെ ഡൽഹിയിലൊരു നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചതിൻ്റെ എന്തോ ഒരു ഇവന്റ് ഇന്ന് രാത്രി ഒന്ന് കൺഫേം ആകും. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ഇത്രയും വലിയ സപ്പോർട്ടിന്. വലിയ കാട്ടി എന്ത് ആവശ്യപ്പെടാൻ വലിയ സന്തോഷം. താങ്ക് യു എല്ലാവർക്കും.